ബഹുമാനിരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു പ്രത്യേക സംരക്ഷണം വേണമെന്ന് നമ്മൾ എപ്പോഴാണ് പറയാറുള്ളത്? ഒരു പ്രത്യേകമായ ഭീഷണിയും വെല്ലുവിളിയും ഉണ്ടാകുന്ന ഘട്ടങ്ങളിലാണ് പലപ്പോഴും അങ്ങനെ നമ്മൾ നിരീക്ഷിക്കാറുള്ളത്. ഒരു പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് പറയാറുള്ളത് എന്തെങ്കിലും ഒരു രോഗം അല്ലെങ്കിൽ അസുഖം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത്, പകർച്ചപ്പനികൾ, പകർച്ചവ്യാധികളൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ കൃഷി നശിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ, അതിന് വല്ല വെല്ലുവിളികൾ ഉയരുമ്പോൾ അതിന് പ്രത്യേക ബോധവൽക്കരണങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ അവരെ നേരിടുന്ന വല്ല പ്രശ്നങ്ങളും വരുമ്പോൾ ആ കാര്യം പ്രത്യേകം നമ്മൾ ഉണർത്താറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, പ്രത്യേകമായ ഒരു ഭീഷണിയോ വെല്ലുവിളിയോ ഏത് മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്നുവോ അവിടെ പ്രത്യേകം സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പൊതുവെ പറയാറുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മുടെ മതവിശ്വാസത്തിന്റെ കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഏതൊരു ഉത്ബോധനം നടത്തുമ്പോഴും, പ്രത്യേകിച്ച് ജുമുഅ ഖുതുബകളുടെയൊക്കെ ആമുഖത്തിൽ ഓതാറുള്ള ഒരു ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും മരണപ്പെട്ടു പോകരുത്, മരിച്ചു പോകരുത് എന്ന് എല്ലാ ഖുതുബകളുടെയും ഒക്കെ ആമുഖത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? മതപരമായ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, സംസ്കാരങ്ങളെ അതിനെ ചേർത്തു പിടിക്കുക എന്നതും ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പാലിക്കുക എന്നതും, മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലി മരിക്കാനുള്ള ഒരു തൗഫീഖ് ഉണ്ടാവുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താ വെച്ചാൽ, രാവിലെ മുഅ്മിനാകുന്ന ഒരു വ്യക്തി വൈകുന്നേരം അവിശ്വാസിയായി മാറാം. വൈകുന്നേരം അവിശ്വാസിയായ ആള് രാവിലെ നേരം വെളുക്കുമ്പോൾ മുഅ്മിനായി മാറാം. അങ്ങനെ ഖൽബെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന 5 നേരം നമ്മൾ നമസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. നിർബന്ധമായി നമ്മളെ കൊണ്ട് ഓതിപ്പിക്കുകയാണ്. എന്തേ കാരണം? ഈ ഹിദായത്തിൽ ഞങ്ങളെ നീ അതിൽ ഉറപ്പിച്ചു നിർത്തണേ, ആ വഴിയിൽ ഞങ്ങളെ കൊണ്ടുപോകണേ. ഈ പ്രാർത്ഥിപ്പിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ഈ മതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ്. അത് കൽപ്പനയാണ്, വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണെന്ന്. ഈ ചൊവ്വായ മതത്തിനു നേരെ നിങ്ങൾ നിങ്ങളുടെ മുഖം തിരിച്ചു വെക്കണം. എവിടേക്കും നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിക്കളിക്കാൻ പാടില്ല. ആ വഴിയിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്നത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. ശുദ്ധ മനസ്കനായ നിലയിൽ നീ നിന്റെ മുഖത്തെ ആ മതത്തിലേക്ക്, ചൊവ്വായ മതത്തിലേക്ക് നീ നേരെ നിർത്തുക തന്നെ വേണം. ഫിത്രത്തുല്ലാഹില്ലതി ഫതറന്നാസ അലൈഹാ. അവൻ ആ പ്രകൃതം ചെയ്ത അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ, ലാ തബ്ദീല ലിഖൽഖില്ലാ, അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ദാലിക ദീനുൽ ഖയ്യിം. അത് തന്നെയാണ് ചൊവ്വായ മാർഗം. ഈ മതം എന്ന് പറയുന്നതാണ് ഏറ്റവും ശരിയെന്നാണ്. ചില ആളുകൾക്ക് അത് ശരിയല്ല എന്നൊക്കെ തോന്നിയേക്കാം. അത് നമ്മുടെ അല്പബുദ്ധിയുടെ ഒരു തകരാറ് മാത്രമാണ്. അത് നമ്മുടെ ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറ പറയാ പറഞ്ഞത് ശരിയാണ്. അപ്പോഴേക്ക് നമ്മളതൊക്കെ അവിശ്വസിച്ച് അതിനെയൊക്കെ ചോദ്യം ചെയ്ത് ചില ആളുകളൊക്കെ യുക്തിവാദികളായി, നിരീശ്വരവാദികളായി മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. പിന്നീട് അടുത്തൊരു തലമുറ വരുമ്പോ എന്ത് പറയും? പണ്ടാ പറഞ്ഞതൊക്കെ ശരിയാണ്, അത് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോഴേക്ക് മതം വിട്ടവർക്ക് പോയി എന്നല്ലാതെ വേറെന്താ? ഒരു ശാസ്ത്രം ഇതൊന്നും തെളിയിക്കേണ്ട കാര്യമൊന്നും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ നമുക്ക് ചില വിവരമില്ലായ്മ ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ തെറ്റാണ്, അള്ളാഹ് പറയുന്നത് തെറ്റാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അള്ളാഹ് പറയുന്നത് എന്താ? ദാലിക ദീനുൽ ഖയ്യിം. അതാണ് ചൊവ്വായ മതം എന്ന് പറയുന്നത്, അത് തന്നെയാണ്. എന്നാൽ മനുഷ്യരാകട്ടെ വലകിന്ന അക്തറന്നാസി ലാ യഅലമൂൻ, അതിൽ മഹാഭൂരിപക്ഷം ആളുകളും ഇതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വിവരവുമില്ലാത്തവരാണ്, അറിവുമില്ലാത്തവരാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ മതത്തെ നമ്മൾ സംരക്ഷിച്ചു നിർത്തണമെന്നത് ഖുർആനിന്റെ കൽപ്പനയാണ്. മാത്രമല്ല, ഈ ഒരു പ്രത്യേക കാലത്ത് മതവിരുദ്ധത എന്നത്
സംഘടിതമായി പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ചില മതവിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങൾ അതിനുവേണ്ടി പല വഴികൾ സ്വീകരിക്കുന്നുണ്ട്. യുക്തിവാദികൾ നേർക്കുനേരെ മതവിരുദ്ധത പറയുന്നവരാണ്. അവർ പച്ചക്ക് മതവിരുദ്ധത പറയുന്നതാണ്, നാസ്തികത പറയുന്നവരാണ്, നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നവരാണ്, മതമില്ല ദൈവമില്ല എന്നവർ പച്ചക്ക് പറയുന്നവരാണ്. എന്നാൽ അത് പച്ചക്ക് പറയുന്നതിന് പകരം അതിനെ ചില രാഷ്ട്രീയ മുഖങ്ങൾ കൊടുത്തുകൊണ്ട് അതിന്റെ പ്രത്യയശാസ്ത്രമായ തലത്തിൽ രീതിയിൽ അതിനെ പ്രചരിപ്പിക്കുന്ന രീതിയും നമ്മുടെ നാട്ടിൽ കാലങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ മതവിരുദ്ധമല്ല എന്ന് തോന്നും. അത് മാനുഷിക മുഖമാണ്, അത് പട്ടിണിക്ക് എതിരാണ്, അത് മനുഷ്യ സേവനത്തിന് വേണ്ടിയാണ്, ചൂഷണങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന സത്വശാസ്ത്രമാണ് എന്നൊക്കെയുള്ള മുഖമൂടി ധരിച്ചുകൊണ്ടാണെങ്കിലും അതിന്റെ ഉള്ളിൽ കൃത്യമായ മതവിരുദ്ധത കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത് എന്ന് അതിന്റെ തത്വശാസ്ത്രങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് അതിൽ രണ്ടഭിപ്രായം ഉണ്ടാവുക ഒരിക്കലും ഇല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിലേക്ക് വിവാദമായ മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന വിവാദത്തിന്റെ പശ്ചാത്തലത്തിലേക്ക്, അതിന്റെ പേരിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയാലും നമുക്ക് കാണാൻ കഴിയുന്നത് അത് തന്നെയാണ്. അതായത് നാസ്തികന്മാരോട് ഇത്തരം ആളുകൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ മതം വേണ്ട, ദൈവം വേണ്ട, വസ്ത്രം വേണ്ട എന്ന് നേർക്കുനേരെ പറയുന്ന ആളുകളാണ്. അത് ഞങ്ങൾ കുറച്ചുകൂടെ ബുദ്ധിപരമായി പറഞ്ഞ് അവരിൽ നിന്ന് ആ ഒരു മതവിശ്വാസത്തെയും അവരുടെ വേഷത്തെയും ഒക്കെ ഞങ്ങൾ ഒഴിവാക്കുന്നു. ആ രീതിയാണ് നിങ്ങളും സ്വീകരിക്കേണ്ടത് എന്ന് അവരോട് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു പ്രശ്നമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. ഞാൻ പറയുന്നത് ഇവിടെയൊക്കെ ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് അവനവന്റെ വിശ്വാസത്തിനാണ്. ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് വിശ്വാസത്തിനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം അംഗീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ വിശ്വാസ രംഗത്ത് ഉറച്ചു മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഈ വിശ്വാസത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംഭവം വരുമ്പോൾ അത് തെറ്റാണ്. അത് ഞാൻ ഉൾക്കൊള്ളുന്ന സംവിധാനമാണ് എങ്കിലും ആ കാര്യത്തിൽ ഞാൻ വിയോജിക്കുന്നു, അത് ശരിയല്ല എന്നാണ് വിശ്വാസികൾ പറയേണ്ടത്. അതല്ലാതെ അവിടെ വെച്ചുകൊണ്ട് പോലും തന്റെ വിശ്വാസത്തെ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് അതിനെയെല്ലാം ന്യായീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ പോയാൽ അത് നമ്മുടെ മതപരമായ ഈമാനികമായ പരിസരത്ത് നിന്ന് നമ്മൾ അകന്നു പോകുന്നതിന്റെ ലക്ഷണമാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മതവിശ്വാസത്തെ ബോധപൂർവം നമ്മൾ സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ അത് നമ്മളിൽ നിന്ന് നമ്മൾ അറിയാതെ കൈവിട്ടു പോകും. മതം സംരക്ഷിച്ചു നിർത്താൻ 4 കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഉറച്ച വിശ്വാസമാണ്. ഉറച്ച വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ ഏത് കൊടുങ്കാറ്റിലും ഉറച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത ആളുകളൊക്കെ ആടിപ്പോകും, അല്ലാത്ത മരങ്ങളൊക്കെ പിഴുതുപോകും. ഉറച്ച വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം അള്ളാഹുവിനെ കുറിച്ചുണ്ടാകണം, പ്രവാചകന്മാരെ കുറിച്ചുണ്ടാകണം, വേദഗ്രന്ഥങ്ങളെ കുറിച്ചുണ്ടാകണം, മലക്കുകളെ കുറിച്ചുണ്ടാകണം, ഇനി വരാനിരിക്കുന്ന അന്ത്യദിനത്തെക്കുറിച്ചും ഉറച്ച വിശ്വാസം വേണം. സ്വർഗവും നരകമൊക്കെ ഉണ്ട് എന്ന് ഉറച്ച വിശ്വാസം നമുക്ക് വേണം. എന്നാൽ മാത്രമേ ഈ മതവിശ്വാസം നമുക്ക് സംരക്ഷിച്ചു നിർത്താൻ കഴിയുള്ളൂ. ഇതിലൊന്നും നമുക്ക് വിശ്വാസമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരാണ് ഏറ്റവും വലിയ വഴികേടിലാവുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ആമിനൂ നിങ്ങൾ വിശ്വസിക്കുവീൻ, ബില്ലാഹി അല്ലാഹുവിൽ, വറസൂലിഹി അവന്റെ പ്രവാചകനിൽ, വൽകിതാബില്ലദീ നസ്സല അലാ റസൂലിഹി ആ ദൂതന്മാർക്ക് അയക്കപ്പെട്ടിരിക്കുന്ന വേദഗ്രന്ഥങ്ങളിൽ, വൽകിതാബില്ലദീ അൻസല മിൻ ഖബൽ മുൻ പ്രവാചകന്മാർക്ക് അയച്ച വേദഗ്രന്ഥങ്ങളിൽ അതിലൊക്കെ നിങ്ങൾ വിശ്വസിക്കണം. വമൻ യക്ഫുർ ബില്ലാഹ് ആരെങ്കിലും അല്ലാഹുവിൽ അവിശ്വസിക്കുന്നുവെങ്കിൽ, വമലായികതിഹി മലക്കുകളിൽ അവിശ്വസിക്കുന്നുവെങ്കിൽ, വകുതുബിഹി വേദഗ്രന്ഥങ്ങളിൽ അവിശ്വസിക്കുന്നുവെങ്കിൽ, വറുസുലിഹി മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ അവിശ്വസിക്കുന്നുവെങ്കിൽ, വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിൽ അവിശ്വസിക്കുന്നുവെങ്കിൽ, ഫഖദ് ളല്ല ളലാലം ബഈദാ അവർ തന്നെയാണ് ഏറ്റവും വഴിദൂരത്തിൽ വഴികേടിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസം ചോർന്നു പോയാൽ പിന്നെ അവരെല്ലാ മേഖലയിൽ നിന്നും അകന്നു പോകും. പിന്നെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്ത് സ്വർഗം, എന്ത് നരകം, എന്ത് പടച്ചോം, എന്ത് മലക്ക് എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക്. പക്ഷെ പേര് മുസ്ലിം പേരായിരിക്കും. മുസ്ലിം പേരും മുസ്ലിം ഐഡിയുമാണ് എന്നതുകൊണ്ട് പറയുന്നതെല്ലാം ഇസ്ലാമിന്റെ ആശയമായി കൊള്ളണമെന്നില്ല. അതറിയാതെ പോവുകയാണ്, വിശ്വാസമൊക്കെ മനസ്സിൽ നിന്ന് പോവുകയാണ്.
അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? ഉറച്ചു വിശ്വസിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, മതം സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ വിശ്വാസം വെറുതെ ഉണ്ടാവില്ല. ആ ഉറച്ച വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസം ഉറപ്പിക്കാൻ പരിശ്രമിക്കണം, അതിനെ പഠിക്കണം, അതിന് നമ്മൾ ചിന്തിക്കണം. എന്തിനൊക്കെ കുറിച്ച് ചിന്തിക്കണം? ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കണം, ഈ ഭൂമിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, കടലിനെക്കുറിച്ച്, ഇവിടെയുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ ജീവിവർഗങ്ങളെക്കുറിച്ചും അതിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ ബോധമുള്ളവരായിരിക്കണം. അതോടൊപ്പം നമ്മളടക്കമുള്ള ഈ ദുനിയാവിന്റെ ആയുസ്സിന്റെ നൈമിഷികതയെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം. എന്നാ ഇതൊക്കെ നമുക്ക് ഈ വിശ്വാസം ഉറക്കും. ഖുർആൻ പറയണോ നിങ്ങൾ, അവലം യൻദുറൂ ഫീ മലകൂതിസ് സമാവാതി വൽ അർള്, നിങ്ങൾ അവൻ നോക്കുന്നില്ലേ? ഫീ മലകൂതിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ രാജാധിപത്യത്തിൽ. വമാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ, അതിൽ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ കാര്യത്തിന്റെയും ആ ആധിപത്യത്തിൽ, അല്ലാഹുവിന്റെ ആ സർവാധിപത്യത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? വഅൻ അസായകൂന ഖദ് ഖതറബ അജലുഹും, അത് ആയേക്കുമെന്ന കാര്യവും, ഖദ് ഖതറബ അജലുഹും, അവരുടെ അജല്, അവരുടെ ആയുസ്സിന്റെ അവധി അത് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചും അവർ ചിന്തിക്കുന്നില്ലേ? ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ. ഇതിനു ശേഷം, ഈ വേദഗ്രന്ഥത്തിൽ പറഞ്ഞതിന്റെ കാര്യങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വേറെ എന്തിലാ വിശ്വസിക്കാനുള്ളത്? ഖുർആന്റെ ചോദ്യമാണത്. സഹോദരങ്ങളെ, ഇവിടെയുള്ള ശരിക്കും ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ ഇത് വെറുതെ ഉണ്ടായതല്ല എന്ന് ഏത് മനുഷ്യനും മനസ്സിലാവും. ചില ആളുകൾ വളരെ വലിയ വിടുവായിത്വം പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട്. ഞാൻ തന്നെയാണ് എല്ലാം, എനിക്കൊന്നും ഒരു കാലത്തും ഒരു നഷ്ടവും സംഭവിക്കില്ല എന്ന രീതിയിൽ അള്ളാഹുവിനെയും മതത്തെയും വെല്ലുവിളിച്ചൊക്കെ നടക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ സിക്കിമിൽ ഒരു മിന്നൽ പ്രളയമുണ്ടായി. ഏകദേശം 19 ആളുകൾ ഇപ്പൊ തന്നെ മരിച്ചു. 100-ലധികം ആളുകളെ കാണാനില്ല, തെരഞ്ഞുകൊണ്ടിരിക്കുക. കേരളത്തിൽ ഇപ്പൊ ഇന്നലെ മുനമ്പത്ത് ആളുകളെ കാണാതെയായി, ഇപ്പോഴും കടലിൽ തെരഞ്ഞുകൊണ്ടിരിക്കുക. സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സംഭവിക്കാവുന്ന കാര്യം. ആളുകൾക്ക് സ്ട്രോക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എത്ര പെട്ടെന്ന് ആളുകൾ വീണുകൊണ്ടിരിക്കുന്നത്. നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ് പെട്ടെന്ന് കുഴഞ്ഞാണ് വീഴുന്നത്. പിന്നെ ആശുപത്രിയിൽ പോയി കണ്ടാൽ ബോധമില്ലാതെ കിടക്കുന്ന ആളുകൾ, ഒരു ഭാഗം ഇളകാത്ത ആളുകൾ, എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ബഡായിയൊക്കെ എവിടെ? ഇത്രയുള്ള മനുഷ്യനെ, ഇത്ര നിസ്സാരന്മാരാണ് നമ്മൾ, മനുഷ്യന്മാരായ നമ്മൾ. ആ നിസ്സാരന്മാരായ ആളുകളാണ് ഇതിനൊക്കെ വെല്ലുവിളിച്ചിങ്ങനെ നടക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യവും, ഇസ്ലാമിനെയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെയും അതിന്റെ പരലോകത്തെയും ഖുർആനിനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ആളുകൾ, ഇനി മരണത്തിന് ശേഷം ഒരു ജീവിതമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ ഒരൊറ്റ ഉത്തരം പറഞ്ഞു തന്നാൽ മതി. അവരുടെ ശരീരത്തിലുള്ള അവരുടെ തൊലി അത് ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ അത് ചുളിഞ്ഞു പോകും. എന്റെ തൊലി ചുളുങ്ങുകയില്ല എന്ന് പറയാൻ അവർക്കാവുമോ? ഒരു പ്രത്യേക സമയമാവുമ്പോൾ അവരെ തലയിലെ മുടി നരച്ചു പോകുന്നു. എന്റെ തലയിലെ മുടി നരക്കുകയില്ല എന്നവർക്ക് അതിനെ തടുത്തു നിർക്കാൻ അവർക്ക് കഴിയുമോ? ഒരു പ്രത്യേക സമയമാകുമ്പോൾ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നു, അത് പിടിച്ചു നിർത്താൻ അവർക്ക് കഴിയുമോ? കാതിന്റെ കേൾവി കുറഞ്ഞു പോകുന്നു, പിടിച്ചു നിർത്താൻ കഴിയുമോ? അവസാനം മരണത്തിന് അവൻ വിധേയനാകുന്നു. ഞാൻ മരിക്കില്ലെന്ന് പറയാൻ കഴിയോ? ഇതിനൊന്നും പറയാൻ കഴിയില്ലെങ്കിൽ ഉറപ്പിച്ചോ, മരിക്കും ചെയ്യും, മരണത്തിന് ശേഷം രണ്ടാമത് എഴുന്നേറ്റിട്ട് വരും ചെയ്യും. അതും നമുക്ക് തടയാൻ കഴിയും. ഞാൻ എഴുന്നേൽക്കൂല എന്നൊന്നും പറയാൻ കഴിയില്ല. ഞാൻ രണ്ടാമത് വരൂല എന്ന് പറയാൻ കഴിയില്ല. വരും, നരകം കാണും. ലതറൗന്നൽ ജഹീം, അവരാ നരകം കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അതൊക്കെ സംഭവിക്കും സുഹൃത്തുക്കളെ. അപ്പോ ഈ വിശ്വാസം മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളത് പ്രധാനം. വെറുതെ ഉറക്കൂല, അത് പഠിപ്പിക്കണ ക്ലാസ്സുകളിൽ നമ്മൾ വരണം. നമ്മുടെ നാട്ടിലൊക്കെ എത്ര അനുഗ്രഹീതമായ നാടാണ് നമ്മുടെ നാട്. ഈ ദാറുൽ ഖുർആന്റെ പരിസരത്ത് തന്നെ ആണുങ്ങൾക്ക് പ്രത്യേക ക്ലാസ്, പെണ്ണുങ്ങൾക്ക് പ്രത്യേക ക്ലാസ്, കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ്. സഹോദരങ്ങളെ, ഇതിലൊക്കെ വന്നിരുന്ന് ഈ ആയത്തും ഹദീസും ഒക്കെ കേൾക്കുമ്പോൾ ആ മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാവുക. അപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്ത ഉണ്ടാവുക. അപ്പോഴാണ് നമ്മളെ മതവിശ്വാസം നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ കാലഘട്ടത്തിൽ കഴിയുകയുള്ളൂ. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, അള്ളാഹുവുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണം നമ്മൾ. അതെങ്ങനെ? അതിനുള്ളൊരു കണക്ഷനാണ് ഇബാദത്തുകൾ എന്ന് പറയുന്നത്.
എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾ നോമ്പ് നോൽക്കണം. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ജുമഅക്ക് ബാങ്ക് കൊടുത്താൽ നിങ്ങൾ വേഗം വരണം, അള്ളാനെ ഓർക്കാൻ വേണ്ടി വരണം. ജുമഅ എന്തിനാ? അള്ളാനെ ഓർക്കാനാണ്. റമദാൻ എന്തിനാ? നോമ്പ് എന്തിനാ? അള്ളാനെ ഓർക്കാനാണ്. നിസ്കാരം എന്തിനാ? അള്ളാനെ ഓർക്കാനാണ്. എല്ലാം അള്ളാഹുമായി നല്ലൊരു ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കാനാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. 5 കാര്യങ്ങളിലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. 1 ഷഹാദത്താണ്. 2 വഇഖാമുസ്സലാ, നമസ്കാരം. വഇതാഉ സകാത്ത് വൽ ഹജ്ജ് വസൗമു റമദാൻ, റമദാനിലെ നോമ്പ്. ഈ കാര്യങ്ങളിൽ കൃത്യത ഉണ്ടാകുക എന്നതാണ് 3ാമതായി നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറയുന്ന കാര്യം, നമസ്കാരത്തിൽ അലസത വന്നാൽ ഉറപ്പിച്ചോ മതത്തിൽ നമ്മൾ അലസന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അതാദ്യം ജമാഅത്ത് നിസ്കാരത്തിന്റെ ഓർഡർ പോകും, പിന്നെ വക്തുകൾ നഷ്ടപ്പെടാൻ തുടങ്ങും, പിന്നെ ഒരു ദിവസത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒക്കെ നിസ്കരിക്കുന്ന അവസ്ഥ വരും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചില ദിവസങ്ങളിൽ ഒന്നും നമസ്കരിക്കാത്ത സാഹചര്യം വരും. അങ്ങനെ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? ആഴ്ചയിൽ ഒരൊറ്റ വക്ത് നിസ്കരിക്കാത്ത അവസ്ഥ വരും. പിന്നെ ഇടയ്ക്ക് ജുമുഅ നഷ്ടപ്പെടാൻ തുടങ്ങും, പിന്നെ ജുമുഅകൾ നഷ്ടപ്പെടാൻ തുടങ്ങും. പിന്നെ റമളാൻ മാസത്തിൽ പോലും നോമ്പ് നോൽക്കാതെ പള്ളിയിൽ പോകാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥ വരെ വരും. ഇതൊന്നും പറ്റി യൂറോപ്യൻ നാട്ടിലല്ല, സ്വന്തം വീട്ടിൽ നോക്കുന്നുണ്ട്. ചില മക്കള് പിന്നെ പള്ളികൾക്ക് വിളിച്ചാൽ പോരൂല, നോമ്പ് നോൽക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. കാരണം അതൊക്കെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ് അവിടെ എത്തി മനുഷ്യന്മാര്. ഇതാണ് മതം വിട്ടുപോകുക. ഈ ഇബാദത്തുനിന്ന് വിടുക എന്നുള്ളതാണ് എന്ത്? മതത്തിന്ന് പോണതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇബാദത്തുനിന്ന് അകലുന്ന കാര്യം മതത്തിൽ നിന്ന് അകലുന്നതിന്റെ ആദ്യ പടികളാണ്. 4ാമത്തെ വിഷയം എന്ന് പറയുന്നത്, മതം സംരക്ഷിച്ചു നിർത്തണമെങ്കിൽ ഞാൻ 3 കാര്യം ഇവിടെ പറഞ്ഞു. 4ാമത്തെ എന്തുവാണെന്ന് വെച്ചാൽ, ഈ മതത്തിന്റെ വക്താക്കളായി നമ്മൾ അറിയപ്പെടുക എന്നതാണ്. അതെവിടെ വന്നാലും, നമ്മൾ ഓഫീസിലാവട്ടെ, കടയിലാകട്ടെ, അങ്ങാടിയിലാകട്ടെ, നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ, എവിടെയാണ് നമ്മളെ കണ്ട നമ്മൾ മുസ്ലിമാണെന്ന് തോന്നണം. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ വ്യക്തമാക്കണം. ചില ആളുകൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ അവനാന്റെ ജോലി സ്ഥലത്ത് എന്നാൽ ഒരു മുസ്ലിമാണ് എന്ന് തോന്നാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ മടി കാണിക്കുന്ന ആളുകളുണ്ട്. അതെന്താ? അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ, ഈ ഒരു മുസ്ലിം അല്ലേ, നിനക്ക് മദ്യപിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. നീ ഒരു മുസ്ലിം അല്ലേ, എന്താ പള്ളി പോകാത്തതെന്ന് ചോദിക്കും. ഇത് ചോദിക്കുന്നത് മറ്റു മതസ്ഥരായിരിക്കും ചോദിക്കുക. അപ്പൊ എന്റെ നിറം മനസ്സിലാകാതെ അങ്ങനെ പോയാലോ? എന്തും ചെയ്യാം. നല്ല ആളുകളെ അടുത്ത് വരുമ്പോ അങ്ങനെയും പെരുമാറാം, വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറെ ആർക്കും പെരുമാറാം. ആ രീതി ഒരു മുസ്ലിമിന് പറ്റൂല. അത് തന്റെ മതം നഷ്ടപ്പെടാൻ കാരണമാകുന്ന വിഷയമാണ്. എവിടെ നമ്മൾ വന്നാലും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയെന്ന് പറഞ്ഞല്ലോ. ആ പ്രഖ്യാപനം നമ്മുടെ രൂപം കൊണ്ട് പ്രഖ്യാപിക്കണം, നമ്മുടെ പെരുമാറ്റം കൊണ്ട് പ്രഖ്യാപിക്കണം, നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കണം, നമ്മുടെ സമീപനങ്ങൾ കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കണം, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലൂടെ നമ്മൾ പ്രഖ്യാപിക്കണം. അങ്ങനെ എല്ലാ മേഖലയിലും ഞാനൊരു മുഅ്മിനാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അതിന്റെ പ്രബോധകരായി അതിന് മാറാൻ നമുക്ക് കഴിയണം. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു കൂട്ടം ആളുകൾ ഉണ്ടാകണം. യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു യഥാർത്ഥത്തിൽ വിജയിക്കുന്ന ആളുകൾ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൂടി നന്നാകാനുള്ള ഒരു വഴിയാണ്. തുണി അലക്കുന്നത് പോലെയാണ് ഇസ്ലാമിക പ്രബോധനം എന്ന് പറയാറുണ്ട്. നമ്മൾ തുണി അലക്കുമ്പോൾ ലക്ഷ്യം തുണി അലക്കലാണെങ്കിലും അത് അലക്കി കഴിയുമ്പോൾ അതിലുള്ള അഴുക്ക് പോകുന്നതോടൊപ്പം നമ്മുടെ കൈ വൃത്തിയാകും. നമ്മൾ എവിടെ വെച്ചാണോ അത് അലക്കിയത്, ആ അലക്കിയ പാറ വൃത്തിയാകും, ആ കല്ല് വൃത്തിയാകും. ഇതുപോലെ നമ്മൾ ഉൾക്കൊണ്ട ഈ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് സംസാരിച്ചു നോക്കൂ. നമ്മളറിയാതെ നമ്മൾ നന്നാവും. ഇപ്പൊ ഭാര്യയോട് നമ്മൾ പറഞ്ഞാൽ മതി. ഭാര്യനോട് പറയുന്നത് സുബൈക്ക് നമസ്കരിക്കണം നിങ്ങൾ പറഞ്ഞു നോക്കൂ. ആ ഭാര്യ നമ്മൾ നമസ്കരിച്ചില്ലെങ്കിൽ തിരിച്ചു ചോദിക്കും, എന്നോട് സുബൈക്ക് നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ നിസ്കരിക്കാത്തത് ചോദിക്കും. നീ മുഖമക്കനെ ധരിക്കണമെന്ന് നമ്മൾ മക്കളോട് നിർദ്ദേശിച്ചു നോക്കൂ. ആ മക്കൾ തിരിച്ചു ഉമ്മയോട് ചോദിക്കും, എന്നോട് പറഞ്ഞിട്ട് എന്താ ഉമ്മ നിങ്ങളത് നിർവഹിക്കാത്തതെന്ന് ചോദിക്കും. അതുപോലെ ഏതൊരു കാര്യവും നിങ്ങൾ സാമ്പത്തിക രംഗത്ത് സത്യസന്ധത പാലിക്കണമെന്ന് ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞു നോക്കൂ.
പിന്നെ നമ്മുടെ അടുക്കൽ അങ്ങനെ ഒരു വീഴ്ച വരുമ്പോൾ ജനങ്ങൾ നമ്മളോട് ചോദിക്കും, നീയല്ലേ ഇത് പറഞ്ഞത്, എന്താ നീ അങ്ങനെ ചെയ്യണമെന്ന്. ഞാനിവിടെ നിന്ന് ഖുതുബ പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങൾക്ക് എതിരായി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കും. അതെനിക്കുള്ള ഒരു സംരക്ഷണമാണ്, എനിക്കുള്ളൊരു വേലിയാണ്. ആ ചോദ്യം ഞാൻ നന്നാകാനുള്ള ഒരു വഴിയാണത്. അങ്ങനെ അത് നന്നാകണമെങ്കിൽ എന്ത് വേണം? എല്ലാവരും പരസ്പരം ഉപദേശിക്കണം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കണം. അപ്പൊ സഹോദരങ്ങളെ, നന്നാകാനും മതം സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ വഴി നമ്മൾ മനസ്സിലാക്കി ഈ ദീന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക എന്നതാണ്. അതാണ് പ്രബോധനം എന്ന് പറയുന്നത്, അതാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ഈ രംഗത്തേക്ക് ആളുകൾ വരാൻ മടിക്കുന്നതിന്റെ ഒരു കാരണവും ഞാനിതൊക്കെ പറഞ്ഞു നടന്നാൽ ഞാൻ നന്നാകേണ്ടിയിരുന്നുള്ളത് കൊണ്ടാണ്. വേറെ അധികം വിശദീകരണമൊന്നും നമ്മൾ തേടിപ്പോണ്ട. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മതം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മതവിരുദ്ധമായ പ്രചാരവേലകൾ കൊണ്ടുപിടിച്ച് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മതത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ വിശ്വസിക്കണം, വിശ്വാസം ഉറപ്പിക്കണം, ഇബാദത്തുകളിൽ ശ്രദ്ധ വേണം. അതോടൊപ്പം ഇതിന്റെ വക്താക്കളായി നമ്മൾ സമൂഹത്തിൽ അറിയപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്ക് മതത്തെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.